ഹലോ ഗൈസ്, ഞാൻ നൗഷിക്. എക്സ്പ്ലേ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രയൽ വേൾഡിൻ്റെ എക്സ്പ്ലോറിങ്ങുമായിട്ടാണ്. ട്രയൽ വേൾഡിൻ്റെ എക്സ്പ്ലോറിങ്ങുമായിട്ട് വന്നപ്പോൾ എന്താ പറയുക, റെക്കോർഡ് ചെയ്തതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് കട്ടാവുക, വീഡിയോസൊക്കെ ഡിലീറ്റ് ആകുമായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോ റെക്കോർഡർ എന്ന് പറയുന്നൊരു ആപ്പായിരുന്നു. അപ്പം അത് തന്നെ നല്ല രീതിക്ക് ചാമ്പിയിട്ടുണ്ട്. കാരണം നമ്മളുണ്ടാക്കിയ ബേസ് തൊട്ടേ ഞാൻ റെക്കോർഡിങ് തുടങ്ങിയതായിരുന്നു. പക്ഷേങ്കിൽ അവിടുന്ന് തൊട്ട് ഞാൻ ഇവിടെ ഇതിൻ്റെ മണ്ടയ്ക്ക് വരുന്ന വരെയുള്ള റെക്കോർഡിംഗ് ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വീഡിയോ ക്ലിപ്സ് തന്നെ ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഉള്ള റെക്കോർഡർ യൂസ് ചെയ്തെടുത്തതാണ്. ബാക്കിയുള്ളതൊക്കെ അതിന് മുന്നേ ഞാൻ എടുത്തിരുന്നതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അതായത് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ കുറേ റിക്കവർ ചെയ്യാൻ നോക്കി, ബട്ട് അത് റിക്കവർ ചെയ്താലും ഒരു ബ്ലാക്ക് സ്ക്രീനേ ഉള്ളൂ, വീഡിയോസൊന്നും കാണാനില്ല. അപ്പം ഈ ഒരു ട്രയൽ വേൾഡിൻ്റെ മാപ്പ് എനിക്ക് കിട്ടിയത് ഞാൻ വില്ലേജറിനെ ട്രേഡ് ചെയ്ത് കിട്ടിയതായിരുന്നു. അപ്പം ഈ ഒരു മാപ്പ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു മാപ്പല്ല, 3 മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഒന്നൊരു വില്ലേജിൻ്റെ മാപ്പും, പിന്നെ വുഡ്ലാൻഡിൻ്റെ വേൾഡിൻ്റെ മാപ്പും, പിന്നെ ഈ ഒരു ട്രയൽ വേൾഡും ആയിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് മാപ്പ് നോക്കിയപ്പം പോയി വരാനും അതേപോലെ തന്നെ പെട്ടെന്ന് മാപ്പ് സ്പോട്ടായതും ട്രയൽ വേൾഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സീരീസ് ഇതിൻ്റെതാക്കിയത്. അപ്പോൾ അടുത്തൊരു സീരീസ് നമുക്ക് വുഡ്ലാൻഡോ അല്ലെങ്കിൽ ആ വില്ലേജോ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു റെക്കോർഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാരണം റെക്കോർഡിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഈ റെക്കോർഡിങ് ആപ്പ് നല്ല രീതിക്ക് എനിക്ക് പണി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു റെക്കോർഡറൊക്കെ കണ്ടുപിടിച്ച് അതിലേക്ക് മാറണം. ഇപ്പോൾ എൻ്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെക്കോർഡിനും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ റെക്കോർഡർ തന്നെ യൂസ് ചെയ്ത് കുറച്ച് കണ്ടിന്യൂ വീഡിയോസ് ഇട്ട് നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് അതിൽ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ മൈൻ ചെയ്യാൻ പോയ വീഡിയോസൊക്കെ ഞാൻ അതിൽ റെക്കോർഡ് ചെയ്തത് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പം അതൊന്നും അതിൽ കാണുന്നില്ല. വീഡിയോസൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. സാധാരണ ഓട്ടോമാറ്റിക് റെക്കോർഡ് സ്റ്റാർട്ടായി ഓട്ടോമാറ്റിക്കലി അത് ഓഫാകുന്നൊരു സെറ്റപ്പിലായിരുന്നു ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേങ്കിൽ അത് എന്താ പറയുക, വീഡിയോ കട്ടായിപ്പോയി. പിന്നെ അത് റെക്കോർഡായിട്ടുമില്ല. ഞാൻ ഈ ഡയമണ്ട് മൈൻ ചെയ്യാൻ പോയതും ഒബ്സീഡിയൻ എടുക്കാൻ പോയതും ഒന്നും തന്നെ ഇതിൽ റെക്കോർഡായിട്ടില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് ഞാൻ ഒരു മൈനിങ് വീഡിയോ മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഈ ട്രയൽ വേൾഡ് എക്സ്പ്ലോറിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. കാരണം ശരിക്കും ഇന്ന് ഇടേണ്ടിയിരുന്ന വീഡിയോ എന്താ പറയുക, മൈനിങ് ചെയ്യാൻ പോകുന്നതായിരുന്നു. ഡയമണ്ട് മൈൻ ചെയ്യുന്നതും ഒബ്സീഡിയൻ മൈൻ ചെയ്യുന്ന അതിൻ്റെയൊക്കെ വീഡിയോ ആയിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ ഡിലീറ്റ് പോയതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഈ ഒരു എന്താ പറയുക ട്രയൽ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല രീതിക്ക് ലൂട്ട് കിട്ടിയിരുന്നു. എന്താ പറയുക, കോപ്പർ, അതേപോലെ തന്നെ ഒരു ബ്ലൂ കളറിലുള്ള സാധനം, റെഡ് സ്റ്റോണ്, ഡയമണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ പകുതി മുക്കാലും റെക്കോർഡായിട്ടില്ല, പലതും റെക്കോർഡായിട്ടുണ്ട്, പലതും റെക്കോർഡായിട്ടില്ല. ആ ഒരവസ്ഥയൊക്കെയാണ്. പിന്നെ വില്ലേജറിന് തന്നെ ട്രേഡ് ചെയ്തപ്പോൾ എനിക്ക് നൈറ്റ് വിഷൻ കിട്ടി. അതേപോലെ തന്നെ എൻഡാച്ചഡായ കുറച്ച് വെപ്പൺസ് കിട്ടി, ഫുഡ് കിട്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ വില്ലേജർ ട്രേഡിംഗ് ഹാൾ കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിരുന്നു. അതേ മോഡൽ തന്നെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. ജസ്റ്റ് 2 സൈഡിലേക്ക് കുറച്ചുകൂടി ഒന്നാക്കി കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഒപ്പിച്ചെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്തതിൽ കിട്ടിയ കുറേ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു വേൾഡിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്. ഈ ഒരു വേൾഡ് എത്രത്തോളം അപകടമാണെന്ന് എനിക്കറിയില്ല. ഞാനിത് യൂട്യൂബിൽ പോലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ഇത് എനിക്ക് അത്രയും ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇത് എന്താ എങ്ങനെയാണെന്ന് അറിയണത്. കാരണം ഞാൻ ഒരു മൈൻക്രാഫ്റ്റ് പ്ലെയർ അല്ല, ഞാനൊരു FF പ്ലെയർ ആയിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറി ഈ ഒരു ഗെയിം പ്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇടലും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യലൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ത്രില്ല് മനസ്സിലായത്. അപ്പോഴാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങിയത്. ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാനുണ്ടായത്, നമ്മളെ സുധിച്ചേട്ടൻ്റെ, അതേപോലെ തന്നെ സോളോ വൈനർ, അങ്ങനെ ഒരുപാട് പേരെ ഞാൻ എന്താ പറയുക വീഡിയോസൊക്കെ കാണാനുണ്ടായി. പിന്നെ എൻ്റെ ഫ്രണ്ടാണ് ഈ ഒരു ഗെയിം കളിക്കാനും അവൻ്റെ കൂടെ സെർവറിൽ കളിക്കാനൊക്കെ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും കാര്യമൊക്കെ. അപ്പോൾ അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് AbleMC എന്നാണ്. അപ്പം പറ്റുന്നവരൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ ഒരു ഏരിയയിലേക്കായിട്ടാണ് ആ മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഞാൻ ഇവിടേക്കായിട്ട് മൈൻഡ് ചെയ്തപ്പോൾ ഈ ഒരു വേൾഡിലേക്കാണ് വീണതേ ഓർമ്മയുള്ളൂ. പിന്നെ സോംബീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എവിടേക്ക് എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല. കാരണം ഈ വഴി അറിയില്ല, എങ്ങനെയാണ് പോകണം ഒരു സ്ഥലവും അറിയില്ല. ഞാൻ കുറച്ച് ബ്ലോക്ക് എടുത്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഒരു 2 തല കണ്ടുമ്പോൾ ഒരുത്തൻ കുറേ തന്നെ എന്തോ ചെറിയ അതുകൊണ്ടാണ് നല്ല ഡാമേജ് അടിക്കുന്നുണ്ട് എനിക്ക്. എൻ്റെ കയ്യിലാണ് ഫുഡ് എടുക്കാൻ ടൈമൊന്നുമില്ല. അതിൻ്റെ ഇവൻ കയറി അറ്റാക്കും ചെയ്യുന്നു. ഈ ഒരു സൈഡ് കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഒരു
സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് വെച്ച് കവർ ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അവൻ ഇവിടുന്ന് ആ ഒരു ഇത് വരുന്നില്ല. അപ്പോൾ ഇവിടെ സേഫാന്ന് തോന്നിയപ്പോൾ ഞാൻ മെല്ലെ ഇത് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല അവൻ കാണാതെ ഇവിടുന്ന് എസ്കേപ്പ് ആവണം. മാക്സിമം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇതിനുള്ളിൽ എന്താ ഉള്ളതെന്നൊക്കെ എനിക്ക് നോക്കണം. അപ്പോൾ എന്താ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. കുറേ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. കുറേ ലൂട്ടും കാര്യങ്ങളുണ്ട്, ഒരു കീ കിട്ടും, ആ കീ വെച്ച് തുറന്നാൽ ഒരുപാട് ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം, ലൂട്ടിൽ എന്താ ഉള്ളതെന്നൊക്കെ. കുറേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ കുറേ നീ സർവൈവ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു ബേസിലാണ് കയറിയത്. അപ്പോൾ സോംബീസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും കിട്ടുകയാണെന്നില്ല. പെട്ടെന്ന് പാനിക്കായപ്പോൾ സ്ക്വാഡ് എന്താ ഒന്നും മനസ്സിലാകുന്നില്ല. ബൂട്ട് ഇങ്ങനെ മാറ്റി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി റീസ്പോൺ പോയിൻ്റ് ഞാൻ സെറ്റ് ചെയ്തത് വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെയും ഞാൻ വന്ന് ലൂട്ടൊക്കെ എടുത്ത് ഞാൻ റീസ്പോൺ പോയിൻ്റ് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് എന്താ പറയുക ഒരു ചെസ്റ്റ് വെച്ച് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് മാറ്റി. അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ വീഡിയോ റെക്കോർഡായിട്ടില്ല. ആ ഒരു ടൈമിനൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഈ വീഡിയോ റെക്കോർഡർ തന്നെയായിരുന്നു. അതൊന്നും റെക്കോർഡായിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക അകത്തേക്ക് മാറ്റി ഇറങ്ങി, ആ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങാതെ. അപ്പം ഈ ഒരു സ്ഥലത്തേക്കാണ് വന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടി, ലൈറ്റ്, അതേപോലെ തന്നെ ഇതുപോലെ ചെയിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. വീട് ഡെക്കോർ ചെയ്യാനും അതേപോലെ തന്നെ വല്ല ആവശ്യമൊക്കെ വരുമോ എന്നുള്ളൊരു രീതിയിലാണ് ഞാനിത് എടുക്കുന്നത്. ഇതിനെക്കൊണ്ട് ആവശ്യം ഉണ്ടാവുമോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും വുഡൻ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ളതല്ലേ. കാരണം വുഡ് ഫാം നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ലൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സോംബീനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൽ കയറാൻ നോക്കിയത്. അപ്പോൾ അതിൽ കയറി നേരെ മേത്തിലേക്ക് മൈൻ ചെയ്ത് എത്തിയത് ഈ ഒരു ഒബ്സീഡിയനും അതേപോലെ തന്നെ ചെസ്റ്റും കാര്യമൊക്കെ ഉള്ള അടുത്തേക്കാണ്. അപ്പം ഞാൻ അവിടെ കവർ ചെയ്ത് വന്ന് എനിക്ക് ഇവിടുന്ന് കുറച്ച് ഒബ്സീഡിയനും അതേപോലെ തന്നെ ചെസ്റ്റിൽ നിന്ന് കുറച്ച് ഡയമണ്ട് വെപ്പൺസും അറ്റാച്ച്ഡ് വെപ്പൺസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞാൻ എന്തായാലും എനിക്ക് കുറച്ച് ഒബ്സീഡിയം വേണം, കാരണം നമ്മൾ അടുത്ത സീരീസ് എന്ന് പറയുന്നത് നെതർലാൻഡ് പോവുക, നെതർ സ്യൂട്ടിലേക്ക് മാറുക, അതിനുശേഷം എൻ്റർ വേൾഡ് പോയിട്ട് എന്താ പറയുക എലക്ട്രയൊക്കെ എടുക്കണം. ഒരുപാട് വീഡിയോസ് ഇനിയും കണ്ടിന്യൂ വരാനുണ്ട്. അപ്പം കറക്റ്റ് ടൈമിന് അതിലേക്ക് വിൽക്കുകയും ചെയ്ത് ഇനി നമ്മൾ ഇവിടുന്ന് ഡെഡായ നേരെ നമ്മൾ ആ ഒരു ഫസ്റ്റ് മൈൻ ചെയ്ത സ്ഥലത്തേക്കാണ് പോവുക. കാരണം അവിടെയാണ് ഞാൻ റീസ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്തിച്ചത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്നവർ ഒരുപാട് ടൈം എടുക്കും, കാരണം ഇത് ഞാൻ കുറേ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല എവിടെയൊക്കെ എങ്ങനെയാണ് പോകാമെന്നൊന്നും. അപ്പം ഞാൻ നേരത്തെ റീസ്പോൺ എൻ്റെ വീട്ടിലായതുകൊണ്ട് അങ്ങോട്ട് റീസ്പോൺ ആയപ്പോൾ ഞാൻ കുറച്ചുകൂടി നൈറ്റ് വിഷൻ എടുത്തുകൊണ്ട് വന്നു. നൈറ്റ് വിഷന് പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നത് മേത്തൽ ഇപ്പോൾ റീസ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്തെടുത്ത് തന്നെ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് അവിടെ നിന്ന് എടുക്കാമെന്നുള്ളൊരു ബേസിലാണ് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ലൂട്ട് ചെയ്യണം. പിന്നെ നമ്മളെല്ലാ സാധനങ്ങളും കിട്ടുന്നതൊക്കെ അപ്പം തന്നെ നമ്മൾ മേത്തൽ ലൂട്ടിൽ കൊണ്ട് വെക്കുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ നമ്മളതിൽ ഒരു ചെസ്റ്റ് ഹാഫോളം എന്താ പറയുക ഗോൾഡും അതേപോലെ തന്നെ റെഡ് സ്റ്റോണ് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗോൾഡ് നമുക്ക് അത്യാവശ്യത്തിന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗോൾഡ് വേറെ ആയിട്ട് മൈൻ ചെയ്യാൻ വേണ്ടി ആവശ്യമില്ല, ഗോൾഡ് നമുക്ക് അത്യാവശ്യത്തിന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാം, കാരണം നമ്മൾ നെതർ വേൾഡിലൊക്കെ പോകുന്നവരെ നമുക്ക് എന്തായാലും അവിടുന്ന് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിനി കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ അൺലോക്ക് ചെയ്യാനും ഉണ്ട്. ഇപ്പോഴും എൻ്റെ അച്ചീവ്മെൻറ്റ്സ് പലതും അൺലോക്ക് ആയിട്ടില്ല, പലതും അൺലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ആ നെതർ വേൾഡ് അതായത് ഒബ്സീഡിയനും കാര്യങ്ങളൊക്കെ കിട്ടിയെടുത്തുനിന്ന് ജസ്റ്റ് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് വന്നത് കറക്റ്റ് ഈ ഒരു ഭാഗത്തേക്കായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് ഡയമണ്ടും അതേപോലെ തന്നെ ഡയമണ്ടല്ല ഗോൾഡും കാര്യങ്ങളൊക്കെ കിട്ടി. അതേപോലെ തന്നെ എൻ്റെ നൈറ്റ് വിഷൻ ഓഫ് ആകുമായിരുന്നു. അപ്പം ഞാൻ നേരെ ഇവിടുന്ന് മേത്തിലേക്ക് മൈൻ ചെയ്ത് മേളിൽ പോയി അവിടുന്ന് പിന്നെ റീസ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്തെടുത്തേക്ക് പോയി നൈറ്റ് വിഷനൊക്കെ എടുത്ത് വന്നതാണ്. പിന്നെയും നമുക്ക് തിരിച്ച് അവിടെ നിന്ന് തന്നെ വന്നപ്പോൾ കുറേ ഗോൾഡും കാര്യങ്ങളൊക്കെ കിട്ടി. ആ ഗോൾഡും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തെടുത്ത് പിന്നെ റെഡ് സ്റ്റോൺ അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു ചെസ്റ്റ് കിട്ടി. രണ്ട് ചെസ്റ്റ്, ആ ചെസ്റ്റിൽ നിന്ന് ലെതർ അതേപോലെ തന്നെ ഗൺ പൗഡർ പിന്നെ ഹോഴ്സസിനുള്ള ഹാർമറും കാര്യങ്ങളും പിന്നെ നെയിം ചേഞ്ചിങ് കാർഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ ചെസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോൺ എടുക്കണം വിചാരിച്ചു, പിന്നെ ബോൺ വേണ്ട വിചാരിച്ച് അത് മാറ്റി. പിന്നെ ഞാൻ എന്താ പറയുക ബെഡും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. എനിക്ക് ആ ഒരു ബേസിൽ നിന്ന് കുറച്ച് ബെഡും കാര്യങ്ങളും കിട്ടി. അപ്പം ഞാനത് എന്തെങ്കിലും വില്ലേജ് ബ്രീഡറോ അങ്ങനെ എന്തെങ്കിലും അയൺ ഫാമൊക്കെ കുറച്ചുകൂടി എക്സ്റ്റാൻഡൊക്കെ ചെയ്യുന്നതിനും ബെഡിൻ്റെ ആവശ്യം വരും വിചാരിച്ചെടുത്തതായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് ഇനിയും എടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം മാപ്പ് കയ്യിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മളെ ഇൻവെൻട്രി ഏകദേശം ഫുള്ളായതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒന്നും ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ ഇനി മേത്തൽ പോയി തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കും, റെക്കോർഡിങ്ങിൻ്റെ ലെങ്ത്തും കൂടും. അപ്പോൾ പിന്നെ കുറേ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ വോയിസ് ഞാനിതിൽ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. വോയിസ് ഞാൻ കൊടുത്തിട്ടൊന്നും വീഡിയോ ഒന്നും റെക്കോർഡ് അതിൽ വന്നിട്ടില്ല. ആ ഒരു റെക്കോർഡിങ്ങിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അതൊക്കെ ഇനി സെറ്റ് ചെയ്യണം. വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്യുന്നേരം കറക്റ്റ് നമ്മളാ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു വോയിസ് നമുക്ക് കറക്റ്റ് കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗോൾഡ്, ഡയമണ്ട്, അതേപോലെ തന്നെ എന്തോ നെതർ റോക്കോ അങ്ങനെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഒബ്സീഡിയന്, അതേപോലെ തന്നെ എന്താ പറയുക, ഒരു ബ്ലൂ കളറിലുള്ള ഒരു സാധനം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അറ്റാച്ച്ഡ് ബുക്ക് കുറച്ച് കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ ക്യാരി ചെയ്ത്. അപ്പം നമ്മൾ ഫസ്റ്റ് ആ ബോക്സിലുണ്ടായിരുന്ന ലൂട്ടും കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ലൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഒരു വേൾഡിന് അത്യാവശ്യം ലൂട്ട് നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പം കുറേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന്. അപ്പോൾ അടുത്തത് വുഡ്ലാൻഡ് എക്സ്പ്ലോറിങ് അല്ലെങ്കിൽ വില്ലേജ് എക്സ്പ്ലോറിങ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ വുഡ്ലാൻഡിനെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. വുഡ്ലാൻഡ് പോയവരൊക്കെ ചെയ്തത് അവിടെ നിന്ന് ലൂട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വേൾഡ് തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതെന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ടി വരും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഒക്കെ അതായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇനി വീട്ടിലേക്കാണ്. അപ്പോൾ ലൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ അണ്ടർഗ്രൗണ്ട് ബേസിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഡയമണ്ട് പിക്കാക്സും ഇതൊന്നും പൊട്ടിയിട്ടില്ല. നമ്മൾ കുറേ മൈൻ ചെയ്തു, പക്ഷേ ഡയമണ്ട് അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ കുറേ എൻഡാൻസ്ഡ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബുക്കൊക്കെ യൂസ് ചെയ്ത് എന്താ പറയുക, നമ്മൾ വെപ്പൺസും കാര്യങ്ങളൊക്കെ മാറ്റണം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ റെസ്പോൺ പോയിൻ്റ് തിരിച്ച് ഞാൻ ഇവിടേക്ക് തന്നെ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ട് ബേസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെസ്റ്റിലേക്കാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്കിനി അതെന്തൊക്കെ കിട്ടിയത്, എന്തൊക്കെ സാധനങ്ങൾ കിട്ടി എന്നുള്ളത് നോക്കാം. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു ചെസ്റ്റും ഏകദേശം ഹാഫോണം സാധനവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. വീട്ടിലുള്ള ചെസ്റ്റൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഇതിലാണ് സാധനം ഉള്ളത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ട്. ഡയമണ്ട്, ഗോൾഡ്, റെഡ് സ്റ്റോണ്, പിന്നെ ഞാൻ പറഞ്ഞ ബ്ലൂ സാധനം, എൻഹാൻസ്ഡ് ബുക്ക്, നെയിം ചേഞ്ചിങ് കാർഡ്, ഹോസ്, ഹാമർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു നെതർലാൻഡ് പോർട്ടൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് അടുത്ത സീരീസിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.